ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണിന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു. ഇനി ഇന്ന് ഗ്രാൻഡ് ഫിനാലിൽ 5 മത്സരാർത്ഥികൾ, അനീഷ്, നെവിന്, അക്ബർ, ഷാനവാസ്, അനുമോളി, 5 മത്സരാർത്ഥികളാണ് ഇന്ന് നിലവിൽ ഗ്രാൻഡ് ഫിനാലയിലുള്ളത്. ഇന്നലത്തെ എപ്പിസോഡിൽ നൂറ എവിക്റ്റായി പോയി. പക്ഷെ നൂറ ഒരു നല്ല പ്ലെയർ ആയിരുന്നുണ്ട്. കാരണം നൂറ കൊടുത്ത ടാസ്കുകളൊക്കെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എവിക്റ്റായിപ്പോയി. അതാണ് കേട്ടോ. അപ്പം ഇന്ന് 5 മത്സരാർത്ഥികൾ. അപ്പം വിജയം ആരെ കടാക്ഷിക്കുമെന്ന് പറയാൻ കഴിയില്ല കേട്ടോ. സത്യമായി ഇതൊരു മലയാളികളുടെ മനസ്സിൽ മൊത്തം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഷോ തന്നെയാണ് കേട്ടോ. ആര് ജയിക്കും, ആര് വിന്നറാകും എന്ന് മലയാളികളുടെ മുഴുവൻ മനസ്സിലും എന്തോ ഉത്കണ്ഠയുണ്ട്. അതുപോലെ തന്നെ വിജയം ആരെ കടാക്ഷിക്കുമെന്ന് പറയാൻ കഴിയില്ല. വിജയത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക അസംഭവ്യമാണ്. അത് പോസിബിളല്ല. കാരണം ഒരാൾ വിജയിച്ചിട്ട് മാത്രമേ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിജയത്തെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. വിജയത്തെക്കുറിച്ച് യാതൊരു ഊഹങ്ങളും ഞാൻ പറയുന്നില്ല. അതൊന്നും ഊഹിച്ച് പറയുന്നില്ല. ആ 5 പേർ ഏതോ ഒരു വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ കപ്പിന് യോഗ്യനായിട്ടുണ്ട് കേട്ടോ. ആരാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് എപ്പിസോഡ് സാർ വന്ന് എപ്പിസോഡിന് ശേഷം മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പേർക്കത് കഴിയുള്ളൂ ആരാണ് ബിഗ് ബോസ് സീസൺ 7ലെ വിന്നറെന്നോ. വിന്നർ ആരായാലും ഈ 5 പേർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. അല്ല നമുക്ക് പറയാൻ കഴിയില്ല. വളരെ വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കഴിയുക എന്ന് തന്നെ എന്താണ് വളരെ പ്രയാസമല്ല. ഇറ്റ്സ് എ വെരി വെരി കോംപ്ലിക്കേറ്റഡ് ടാസ്ക് കേട്ടോ. അപ്പം വിജയം ഞാൻ പറയല്ലോ, വീണ്ടും പറയുകയാണ്, വിജയം ആരെ കടാക്ഷിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. വിജയത്തെക്കുറിച്ച് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ കഴിയില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു ഇതിഹാസമായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് ടെലിവിഷൻ ഷോ. ബിഗ് ബോസ് സീസൺ 7 മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളക്കരയിൽ ഉണ്ടാക്കിയ ഓളം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുന്നതിലും വലുതാണ്.